റൗണ്ട് ബോട്ട്. എനിക്ക് ഭയങ്കര പേടിയായിട്ടോ റൗണ്ട് ബോട്ട്. ശ്രദ്ധിച്ചു പോണേ, എനിക്ക് ഭയങ്കര വെപ്രാളം വരും റൗണ്ട് ബോട്ടിൽ വണ്ടി കയറി പോകുന്നത്. ഡ്രൈവിങ്ങിന് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും റൗണ്ട് ബോട്ടിനെ പറ്റി ഓർക്കുമ്പോഴാ. അപ്പോൾ സമയത്തായി 10 മണിയായി. തണുപ്പായോണ്ടാ. ഫെസ്റ്റിവൽ തീർന്നു കേട്ടോ. ഫെസ്റ്റിവലിനൊക്കെ പോകുന്നവരും വരുന്നവരും ഒക്കെയാ. തണുപ്പായോണ്ടേ എല്ലാവരും പുറത്തിറങ്ങും കേട്ടോ രാത്രിയിൽ കൂടുതലും. അതാ ഇത്രയും തിരക്ക് വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഈ ഇവിടെ വലിയ തിരക്ക് കാണുന്നതല്ല അല്ലേ. നമ്മൾ ഇത്രയും ലേറ്റ് ആയിട്ട് അങ്ങനെ രാത്രി ഇറങ്ങുന്നില്ലല്ലോ. ഇപ്പോഴോ കിട്ടുന്നുണ്ടോ? കൈ കഴിക്കും. എന്നാലും നൈറ്റ് ഡ്രൈവ് അതൊരു രസമല്ലേ. വണ്ടികൾ പോകുന്ന കാണുമ്പോഴാ ഒരു രസം അല്ലേ രാത്രിയിൽ ഇങ്ങനെ. പക്ഷെ ദുബായിലൊക്കെ ആണെങ്കിൽ രാത്രി ആ അതെ അതെ കാണാൻ ഒരു ഭംഗിയാ അല്ലേ. ഇവിടെ പക്ഷേ ഇത്ര ഇതൊരു നമ്മുടെ നാട്ടിലെ കണക്ക് തന്നെ അല്ലേ. ഇത്ര ലൈറ്റ് പിന്നെ കറണ്ട് ലാഭിക്കാതെ അല്ലേ. നല്ല റോഡ്. നമ്മുടെ നാട്ടിൽ പിന്നെ കറണ്ടിനെ നോക്കിയിട്ടല്ലേ ഒരു ലൈറ്റ് ആയാലും ഇടത്തുള്ളൂ അല്ലേ. അഥവാ ഒരു ലൈറ്റ് വെച്ചാൽ തന്നെ അതിനകത്തെ ബൾബൂരി വീട്ടിൽ കൊണ്ട് ഇടാൻ നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ പിന്നെ അങ്ങനെ ഇല്ല. വെട്ടമുണ്ട്. പക്ഷെ ഈ വെട്ടം ഇല്ലാത്ത നമ്മൾ ചില സ്ഥലങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എവിടെ ആയിരുന്നു? റസ്താക്ക് നിന്ന് കയറി വരുമ്പോഴോ എക്സ്പ്രസ് ഹൈവേയിൽ അല്ലേ. പക്ഷെ അത് വലിയ പാട് തന്നെ വെട്ടം ഇല്ലെങ്കിൽ. ഇവിടെ അത് കുറച്ച് ദൂരം ഇങ്ങനെ പോകുന്നത് കണ്ട്. പോലീസ് അല്ല മോനെ, ഇത് ആംബുലൻസ് ആണോ? ആംബുലൻസ് അല്ലായിരുന്നു ഏട്ടാ. അവര് പോയി മോനെ ഇല്ല ഏട്ടാ. അവര് പോയില്ലേ? സുൽത്താൻ റൗണ്ട് ബോട്ട് അല്ലേ. ദിവാൻ റൗണ്ട് ബോട്ട് എന്നും ഇത് തന്നെയാണ്. എത്ര കാലം കൊണ്ട് ഇത് തന്നെ കേൾക്കുക. എന്നാലും മറന്നു പോകും. ദിവാൻ റൗണ്ട് ബോട്ട്. അതെ അതെ. ഓ അത് ശരിയാടേ. മറ്റു വണ്ടികൾക്ക് ഈ വീതി കുറവും ഇതിന്റെ ടയർ നോക്കി അല്ലേ. ഞാൻ ഇത് അത്രത്തോളം ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അല്ല ഈ ഒരു ടയർ മാറുന്നതിനും അങ്ങനെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പിടിക്കാൻ കൈ വെച്ചോണ്ടിരിക്കുന്നവരെ സമ്മതിക്കണം അല്ലേ. അത് ഓരോരുത്തരുടെ സന്തോഷമല്ലേ ഏട്ടാ. അത് ചിലർക്ക് വരുമാനമായിരിക്കും ഉദ്ദേശം, ചിലർക്ക് അവരുടെ സന്തോഷമായിരിക്കും. നിസ്വ അൽ മവേല അൽകൂദ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നേ? കാട്, പുഴ. എങ്ങനെ പഠിച്ച? നമ്മളിപ്പോ എവിടെ പോന്നേ? ആരുടെ വീട്? അതിപ്പോ കേൾക്കാനേ ഇല്ലല്ലോ അല്ലേ. അല്ലേ ഏട്ടാ? ഡോറയുടെ പ്രയാണം. അത് തന്നെ ഏട്ടന് ഓർമ്മയുണ്ടല്ലേ. ഇവർ ഇത്രയും കേട്ടിട്ടില്ല കേട്ടോ. അതാ മല. പിന്നെന്തുവാണോ മോൻ അങ്ങനെ അധികമായിട്ട് ഈ വീഡിയോ കാണാറില്ല, അതുകൊണ്ട് അവൻ അത്ര അറിയാത്തത്. ആണോ? എവിടെ സാൻഡ്വിച്ച് കിട്ടും ഏട്ടാ ഇപ്പൊ? അവിടെ കാണോ? അവക്ക് വേണോ എന്തോ? അവക്ക് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങ് ജീവനാ. അവള് കഴിച്ച്. അതൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓവറൊന്നും ആവൂല.
ആയിട്ട് നിന്നില്ലേ? ഒറിജിനൽ ലൈറ്റ് അല്ല, ഒറിജിനൽ പറ. ഞാൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ പോകുമ്പോ നമ്മള് പണ്ട് സോഹാറിലൊക്കെ രാത്രി പോന്ന ഓർമ്മ വരുന്നത് അല്ലേ? കൊറേ നാളായി സോഹാറിൽ പോയിട്ട്. മറ്റേത് നമ്മള് രാത്രിയിലൊക്കെ ഇങ്ങനെ റസ്താക്കില് സോഹാറിലൊക്കെ പോയിട്ട് വരത്തില്ലായിരുന്നോ? ദുബായ് സോഹാറില്. സോഹാറിൽ നിന്ന് പിന്നെ കുറച്ച് പോയാൽ മതി മോനെ ദുബായ് പോയി. ഇല്ല ചേട്ടാ, എത്ര? പക്ഷെ വിസ എടുക്കണമെന്നേ ഉള്ളൂ. അവിടെ ഉള്ളവർക്കോ അതോ എല്ലാവർക്കും? അതും ഇല്ലാത്തത് കൊറേ കാലം മുമ്പിട്ടായിരിക്കും. ഇത്രയും ഇപ്പോഴങ്ങോ ആയിരിക്കത്തില്ല. ഡെയിലി പോയി സാധനം എടുത്തോണ്ട് വരുവായിരുന്നു ഷാർജയിൽ പോയിട്ട്. എത്ര മൾട്ടിപ്പിൾ എൻട്രി വലിയ പൈസ ഇല്ല, ചെറിയാലെങ്ങാണ്ടേ ഉള്ളൂ. ഇപ്പൊ പിന്നെ അത്രയൊന്നും ആയിരിക്കത്തില്ലേ? എടുക്കുന്നത് 30 ഒരാൾക്കോ? ഒരാൾക്ക് ദുബായിലേക്ക് വിസയ്ക്ക് മാത്രം 30 രൂപ വരുന്നുണ്ട്. അത് ബോർഡറിൽ കൊടുക്കണം. അല്ലാതെ വിസ എടുക്കുന്നവരുടെ കയ്യിൽ കൊടുത്താൽ പോരെ? ട്രാവൽ ഏജൻസി ഓൺലൈൻ എടുക്കുമ്പോ 30 ആവുമോ? അത്രയൊക്കെ തന്നെ ആവും. ഹോട്ടലൊക്കെ ചോദിക്കും. മറ്റവരാകുമ്പോ അത് കുഴപ്പമില്ല. കാണിക്കുമായിരിക്കും. എന്തുവാ ആ ഹോട്ടൽ അല്ലേ? ഹോളിഡേ ഇൻ ഹോട്ടലല്ലേ അത്? അവരുടെ ഐഡിയുടെ കോപ്പി കൊടുക്കണമായിരിക്കും. റിസ്ക് പാടാണ്, കുറച്ച് മെനക്കെട്ടാലേ പോകാൻ പറ്റൂ. പിന്നെ അല്ലേ, പിന്നെ പോയാ കാണാനും അല്ല പാട് പൈസ ഇല്ലവാ, അത്രേ ഉള്ളൂ. പോയി നിന്നിട്ട് നാട്ടിൽ പോകുന്ന കണക്ക് ഒരു ചെലവ് തന്നെയാണ് അല്ലേ? നാട്ടിൽ പോകുന്ന കണക്ക് ഒരു ചെലവ് തന്നെയാണ്. കാരണം ഇത്രയും പേരുടെ വിസ എടുക്കണമെങ്കിൽ ഒരാൾക്കുള്ള ടിക്കറ്റിന്റെ പൈസ ആവുന്നുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെലവാ, താമസിക്കാനും. നമുക്കിപ്പോ ഒരു ദിവസത്തെങ്ങാനും ഫുഡല്ലേ വെച്ചോണ്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? ദുബായി ചെന്ന് റൂം എടുക്കാൻ നിൽക്കരുത്. അതിന്റെ ഇങ്ങോട്ടുള്ളിടത്തൊക്കെ വന്ന് റൂം എടുത്തിട്ട് അല്ലേ? എന്നിട്ട് ഫുഡും ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് റൗണ്ട് അബൌട്ട് ടെൻഷനാണെന്ന്. ഏട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, എന്നാലും എനിക്കാ ടെൻഷൻ വരുന്നത്. എനിക്ക് വണ്ടിയിലിരിക്കുമ്പോൾ തന്നെ തല കറങ്ങും. അത് കുറേ ദിവസം വരാതിരിക്കുമ്പോഴേ ഉള്ളൂ. പക്ഷെ സ്ഥിരമായിട്ട് ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏട്ടൻ്റെ ഡ്രൈവിങ് മൊത്തത്തിൽ എന്നെ പേടിപ്പിക്കുന്നതാണ്. നല്ല രസമുണ്ട് ആ കടയുടെ ലൈറ്റും എല്ലാം കൂടെ ഒക്കെ ഇട്ട് ഒരു ഉത്സവമേള അല്ലേ? ഇവിടെ കടകൾ വന്നല്ലേ? നമ്മള് താമസിച്ചപ്പോ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇത് പണി നടക്കുവായിരുന്നു ഏട്ടാ, അത് കവർ ചെയ്തിട്ടേക്കുവായിരുന്നു. ഇവിടെ നല്ലൊരു സിറ്റി ആയില്ലേ? അയ്യോ, ഇതിനകത്തൊന്നും കേറിയിട്ടില്ലല്ലോ നമ്മള്. ആണോ?
പറയാൻ പറ്റൂല. ചില ആൾക്കാരെ വണ്ടിയിലെടുത്തിട്ട് അങ്ങ് ഇടിച്ചോടെ. ഫ്ലൈറ്റ് ഒന്നും വരുന്ന കാണുന്നില്ല കേട്ടോ. റൂട്ട് ഇതല്ലേ ഇപ്പം. ഇപ്പൊ അല്ലെങ്കിൽ സാധാരണ നമ്മളിങ്ങനെ വരുന്ന സമയത്തേ എത്രയെങ്കിലും എണ്ണം വരുന്ന. പോയി ആ പറഞ്ഞതുപോലെ തന്നെ വരുന്നുണ്ടടാ ഒരെണ്ണം പോന്ന്. നല്ല ഫ്ലൈറ്റ് ആണോ? ഹമ്പണ്ടേ ഞാൻ അമ്മക്ക് അച്ഛനെ കാണാം. പിന്നെ അതിന് അമ്മ ടെൻഷൻ അടിച്ചു. അച്ഛൻ വണ്ടി ഓടിച്ചതിന് അമ്മ എന്തിനാ ടെൻഷൻ അടിച്ചു? ടെൻഷന് മറക്കാൻ പറ്റണം. നിങ്ങൾക്ക് ക്ഷമിച്ചാ പോലും 1-ലിട്ട് 2-ലിടും. 3-ലാണ് 5. നമ്മളിവിടെ വരെ എത്ര സമയം എടുക്കും കേട്ടോ? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വന്നില്ലേ സൈക്കിള്? പക്ഷെ റോഡിലെല്ലാം ശരിക്കും വണ്ടി ഉണ്ടല്ലോ അല്ലേ? അല്ല 10 മണി കഴിഞ്ഞു, 10:05. നല്ല രസമുണ്ട് ഇവിടെ കാണാല്ലേ രാത്രി ആയപ്പോഴത്തേക്ക്. നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് നടക്കല്ലേ ചേട്ടാ അവര് കുറച്ച് സമയത്തേക്ക്. ഇത്രയും വലിയ അല്ല, ഞാൻ പറഞ്ഞതാ. ഇല്ല നമ്മുടെ സിറ്റിയിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ അതിനകത്തൂടെ ഒക്കെ കയറി പോകുന്ന ഒരു രീതി അല്ലേ? ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലൊക്കെ